ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ +2-ൻ്റെയും 10th-ൻ്റെയും ഒക്കെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ അനിയത്തിക്കും ഇവിടെ റിസൾട്ടൊക്കെ വന്നു. ഇപ്പോൾ നെക്സ്റ്റ് എൻ്റെ സിസ്റ്ററും നഴ്സിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ +2 കഴിഞ്ഞിട്ടുള്ള ഒരു കരിയർ ഡ്രീം ആയിരിക്കും BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നഴ്സിംഗ് നിങ്ങൾക്കൊരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആവും എന്നുള്ളതും, പിന്നെ നിങ്ങൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. വൈ നഴ്സിംഗ്, എന്തുകൊണ്ട് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ഒരു ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് എന്നതിൻ്റെ റീസൺസ് ആണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നെവർ എൻഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഒരിക്കലും നഴ്സസിൻ്റെ ആവശ്യം മതിയാവുന്നില്ല. നഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു വൈറ്റൽ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നഴ്സസ് വേണം. അതിപ്പോൾ എല്ലാ കൺട്രികളിലും, നമ്മുടെ നാട്ടിലായാലും എബ്രോഡ് കൺട്രീസ് ആയാലും എവിടെയായാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ UK, കാനഡ, അയർലൻഡ്, US, ഓസ്ട്രേലിയ, ജർമ്മനി, എല്ലായിടത്തും നഴ്സസിൻ്റെ ആവശ്യമാണ്. എല്ലായിടത്തും നഴ്സസ് ഷോർട്ടേജ് ആണ്. നമ്മുടെ നാട്ടിലായാലും അതുപോലെ തന്നെയാണ്. ഒത്തിരി നഴ്സസിൻ്റെ ആവശ്യമുണ്ട് നാട്ടിലായാലും. സോ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ പോകാനാണോ ആഗ്രഹം, എവിടെയായാലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വൈഡ് ഓപ്പൺ ആണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. നല്ല ഒരു വൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നഴ്സിംഗ് കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു 4 ഇയർ ഉള്ള BSc നഴ്സിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഒരു 3 ഇയർ ഉള്ള GNM കോഴ്സിന് ശേഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു ജോബ് കിട്ടും വിത്ത് എ പെർഫെക്റ്റ് സാലറി. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സാലറി കിട്ടും. നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഒരു പഠിത്തം ആവശ്യമില്ല. 4 വർഷം പഠിച്ചാൽ മതി നിങ്ങൾക്കൊരു നല്ല സാലറിയിലുള്ള ഒരു ജോബ് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് ഒരു ഡിഗ്രി കോഴ്സൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനുശേഷം നമ്മൾ ഫർദർ എന്തെങ്കിലും പഠിക്കണം, നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 4 ഇയർ ബേസിക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സാലറിയോട് കൂടിയ ജോബ് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ നല്ല സ്കിൽഡ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കാഡമിക്സ് ഇതിന് ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. അതാണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 4 സപ്ലി കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് ഇയർ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുഴുവൻ സബ്ജക്റ്റ് സപ്ലി കിട്ടി അത് പിന്നെ എഴുതിയതായിരിക്കും. പക്ഷേ നിങ്ങളുടെ അക്കാഡമിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബിനെ ബാധിക്കുന്നതേയില്ല. നിങ്ങൾക്ക് നല്ലൊരു സ്കിൽ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് പലരും പറയുന്ന ഡിമാൻഡ്. അല്ലാതെ നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിരിക്കണം, എബോവ് ഇതായിരിക്കണം എന്നുള്ളത് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് അക്കാഡമിക്സ് നിങ്ങളുടെ ജോബിനെ ബാധിക്കില്ല. സ്കില്ലാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് കരിയർ ഗ്രോത്ത് ആണ്. അപ്പം നിങ്ങൾക്ക് ഫർദർ പഠിച്ച് വലിയൊരു നിലയിലോട്ട് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ല ഒരു കരിയർ ഓപ്ഷനാണ്. അപ്പം നിങ്ങൾക്ക് ജോബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ആ ഒരു നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി ഹൈക്കും ഇൻക്രിമെൻറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കരിയർ ഓപ്ഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊരു നല്ല നേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളൊരു നല്ല ഹ്യൂമണായി മാറും. നമുക്ക് ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരുപാട് ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നേരിടാനായിട്ട് പറ്റും. ഒരു നല്ല ഹ്യൂമണായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മെൻ്റൽ സ്റ്റാറ്റസിന് ഉടമയാവും നിങ്ങൾ.
ഇതിൽ കൂടുതൽ എന്ത് വേണോ അല്ലേ? ഒരു നല്ലൊരു കരിയർ ഓപ്ഷന്, ജോബായി, സാലറി ആയി, നല്ല ഒരു സ്റ്റാറ്റസ് നമുക്കുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു ഫാമിലി ലൈഫ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീഡിയോയുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നിങ്ങളൊരു നേഴ്സ് ആവാനായിട്ട് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ദ തിങ്സ് യു ഷുഡ് നോ ബിഫോർ ചൂസിങ് നഴ്സിംഗ് ആസ് യുവർ കരിയർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഭവം ഈസി ആണെന്ന് കരുതി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. ഭയങ്കര പാടാണ്. സൂചി കുത്താനേ ഉള്ളൂ. 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാവും, അതൊക്കെ വേറെ കാര്യം. അതുപോലെ തന്നെ 4 വർഷം നമ്മൾ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നത് പോലെ നല്ല ചില്ലായിട്ടുള്ള ഒരു കോളേജ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാം എന്ന് കരുതിയിട്ട് ആരും ഇങ്ങോട്ടേക്ക് പോരണ്ട. ഭയങ്കര പാടാണ് നഴ്സിംഗ്. ഒരു 4 വർഷത്തെ കോളേജ് ലൈഫ് എന്ന് പറയുന്നതും അതിന് ശേഷമുള്ള ലൈഫും ഭയങ്കര പാടാണ്. ആ ജോബ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇരുന്നുള്ള ഒരു വർക്കിംഗ് അല്ല, നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും, എപ്പോഴും വർക്ക് ചെയ്യേണ്ട ഒരു ജോബാണ്. നമ്മൾ ഫുൾ ടൈം നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ആവശ്യമുള്ള കാര്യമാണ് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ജോബായാലും ആ ഒരു സ്റ്റഡി ടൈം ആയാലും. അപ്പോൾ ആ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേണും ഡിഫിക്കൾട്ടായിട്ടുള്ള ആ ഒരു ജോബ് പാറ്റേണും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നഴ്സിംഗ് ഓപ്റ്റ് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒന്നും കൂടെ ചിന്തിക്കുക നിങ്ങൾ നേഴ്സ് ആവുന്നതിന് മുന്നേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും, ഇപ്പം ഞാൻ ചോദിച്ചിട്ടുള്ളപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബ്ലഡ് കണ്ടാൽ തല കറങ്ങും, അവർക്ക് ബ്ലഡ് കണ്ടാൽ ഇഷ്ടമല്ല, ഒരു ഹോസ്പിറ്റലിൻ്റെ ആ ഒരു മണം ഇഷ്ടമല്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ അവരുടെ അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് നേഴ്സ് ആവണം. അങ്ങനെ ആവരുത്. നിങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറും ആ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു കെയറിങ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നഴ്സിങ്ങിലോട്ട് വരൂ. ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നഴ്സിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്യരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം MSc നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം. അല്ലാണ്ട് നിങ്ങൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനാണ് ഫർദർ പഠിക്കാൻ താല്പര്യമില്ല, നേഴ്സായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടിരിക്കണം. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രോണിക് ഒരു ഉപകരണത്തിനോടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്ല് മണ്ണ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ടല്ല നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്. ഫീലിങ്സും ഇമോഷൻസും ഒക്കെയുള്ള ഹ്യൂമൻസിനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അവർക്ക് വേദനയുണ്ടാവും, അവർക്ക് ദേഷ്യം ഉണ്ടാവും, അവർ കരയും, അവർ ഒരുപാട് രീതിയിലുള്ള മിക്സ്ഡ് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമ്മുടെ പേഷ്യൻസ് കാണിക്കും. കാരണം അവർ അത്രമാത്രം പെയിനിലും ചിലപ്പോൾ അത്രമാത്രം മെൻ്റലി ഡിസ്ട്രെസ് ആയിരിക്കും. കാരണം അവർക്ക് എന്തോ ഒരു അസുഖം വന്നിട്ട് അവർ കിടക്കുകയാണ്, അവരുടെ ലൈഫ് തന്നെ ക്വസ്റ്റ്യൻ മാർക്കിൽ കിടക്കുന്ന പല പേഷ്യൻസും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ മുന്നിലേക്ക് നിങ്ങൾ കെയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ഇമോഷൻസ് മുഴുവനും അവർ നമ്മളിലോട്ട് കാണിക്കും. കരയുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ആയിരിക്കും ചിലപ്പോൾ ഒരു താങ്ങായിട്ട് നമ്മുടെ മുന്നിലായിരിക്കും അവരിരുന്ന് കരയുന്നത്. അപ്പോൾ ആ ഇമോഷൻ, അതിൻ്റെ കൂടെ തന്നെ അവർ ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മളോട് ആയിരിക്കും അവർ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നത്. ആ ഒരു ദേഷ്യവും ആ ഒരു ഇമോഷൻ, ആ മനുഷ്യരുടെ ആ പല തരത്തിലുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാണ്ട് നിങ്ങളുടെ പേഷ്യൻ്റ് ഒരു ബെഡിൽ കിടന്ന് നിങ്ങൾ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ അയ്യോ പിന്നെയും വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാവരുത് നിങ്ങൾ പോകുന്നത്. ആ ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഒരു എമ്പതി ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഒരു നല്ല നേഴ്സ് ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കാരണവശാലും ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഒരു നഴ്സിംഗ് കോളേജിലേക്ക് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ മാറാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ, ഫ്രീ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുക വളരെ റെയറായിരിക്കും. നിങ്ങളൊരു നല്ല രീതിയിലുള്ള ഒരു ബിസി സ്കെഡ്യൂളിലോട്ടായിരിക്കും പോകുന്നത്. ഒരു ബിസി ലൈഫ് സ്കെഡ്യൂളായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്കൊരു ലീവ് അല്ലെങ്കിൽ ഒരു ഹോളിഡേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു 100 കാര്യം നിങ്ങൾക്ക് വേറെ ചെയ്യാനായിട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട്
ബുദ്ധിമുട്ടുകളും ഭയങ്കര പാടായിട്ടുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്കെഡ്യൂളിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങൾക്ക് വർക്കിനാണെങ്കിൽ ഇത് സെൽഫ് ആയിട്ടുള്ള കെയർ, ഇപ്പം പല കുട്ടികളും കാണുമല്ലോ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തു തരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടൈം, അതുപോലെ നിങ്ങൾക്ക് എഴുതാനൊക്കെയുള്ള വർക്കിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടൈം, ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കാനായിട്ടൊരു പ്രത്യേകം ടൈം, നിങ്ങൾക്ക് എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം ഒരു ടൈം, അങ്ങനെ 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 നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് ഗീവ് ടൈം ടു യുവർ റിലേഷൻഷിപ്സ്. ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ നമുക്ക്. പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഗ്രാൻഡ് പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ബ്രദേഴ്സുമായിട്ട് അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതിന് എല്ലാത്തിനും നിങ്ങളൊരു സ്പെസിഫിക് ടൈം കൊടുക്കുക. നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഞാൻ ബിസി ആണ് എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു സമയമെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്സിനായിട്ട് മാറ്റി വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്സ് ആണെങ്കിൽ പോലും ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മുടെ കസിൻസുമായിട്ടാണെങ്കിൽ തന്നെ, നമ്മുടെ പഴയ ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ തന്നെ, നമ്മുടെ ബ്രദേഴ്സുമായിട്ടൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ഭയങ്കര ബിസിയാണ്. അത് മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. സോ അതിന് വേണ്ടിയിട്ടും കുറച്ച് ടൈം കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പം നമ്മൾ ഫിലിംസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ അടിച്ചുപൊളി ലൈഫ്, കോളേജ് ആയില്ലേ, വലിയ കുട്ടികളായില്ലേ, അതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ച ലൈഫ്, പിന്നെ ഭയങ്കര ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, അടിപൊളിയായിട്ടുള്ള ഹോസ്റ്റൽ ലൈഫ്, സിനിമ കാണാൻ പോകുന്നു, ഔട്ടിങ്ങിന് പോകുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ച് പലതരത്തിലുള്ള സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു അടിപൊളി കോളേജ് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും. കാരണം സ്കൂളിനെക്കാളും കഷ്ടമാണ് നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് തലപ്രാന്തെടുത്ത് മുടിയൊക്കെ ഇനി എണീറ്റ് നിൽക്കും. നിങ്ങൾ തലപ്രാന്തെടുത്ത് പോകും നിങ്ങളൊരു നഴ്സിംഗ് കോളേജിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള കോളേജ് ലൈഫിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫാൻറ്റസി ആയിട്ട് നിങ്ങളൊരു നഴ്സിംഗ് കോളേജിലേക്ക് കയറി വരരുത്. നിങ്ങളുടെ ടീച്ചേഴ്സിൽ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പറ്റില്ല, പിന്നെ എഴുതിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ എഴുതിയ ഒരേ കാര്യം നിങ്ങളൊരു 10 പ്രാവശ്യം എഴുതി ശരിയാക്കേണ്ടി വരും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പോസിറ്റീവ്, ഇതൊക്കെ ഞാൻ നേരിടാനായിട്ട് തയ്യാറാണ് എന്നുള്ളവർ നഴ്സിങ്ങിലേക്ക് പോകും. അപ്പോൾ നിങ്ങളൊരു കോളേജ് തിരഞ്ഞെടുക്കുമല്ലോ, അപ്പം നല്ല ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് വഴിയാണ് നമ്മൾ കോളേജ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന കോളേജ് തന്നെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഒരുപാട് ഡിസ്റ്റൻസ് കൂടിപ്പോയ കോളേജൊക്കെ ആവാം. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന കോളേജ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അലോട്ട്മെൻ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ വരും. എന്നാലും പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അലോട്ട്മെൻ്റ് ഒക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നല്ല നല്ല കോളേജിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളൊരു കോളേജിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്കൊരു കോളേജിലേക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ നിങ്ങൾ സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ ആ കോളേജിലുള്ള കുട്ടികളെയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കോണ്ടാക്ട് ചെയ്ത് ആ കോളേജ് എങ്ങനെയുണ്ട്, പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക. നല്ലൊരു പ്രാക്ടിക്കൽ സൈഡൊക്കെ നല്ല രീതിക്ക് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് നല്ലൊരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നഴ്സിംഗ് ഒരു കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, ഇതൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഴ്സിംഗിലേക്ക് പോവുക. നല്ല ഒരു കരിയർ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നൊന്നുമില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് കമൻറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു കുഞ്ഞു കമൻറ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.